തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 4:30 തൃശൂരിലാണ് അമിത് ഷായുടെ ആദ്യ പരിപാടി. എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണ യോഗത്തിൽ അമിത് ഷാ പ്രസംഗിക്കും. സുവി വിശ്വാസ് ചേരും. സുവി, 4:30 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുമോ? തയ്യാറെടുപ്പുകൾ ഏത് ഘട്ടത്തിലായി? പ്രവർത്തകരുടെ ഒഴുക്കുണ്ടോ ഇപ്പോൾ തന്നെ അങ്ങോട്ട്? ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ വൈകിട്ട് 3:30 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗത്തിൽ കുട്ടനല്ലൂരിൽ എത്തും. കർണാടകയിൽ നിന്നാണ് അമിത് ഷാ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ ആദ്യ പരിപാടി തൃശൂരിലാണ്. കുട്ടനല്ലൂരിൽ വന്നതിനു ശേഷം കാർ മാർഗമാണ് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ എത്തുക. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു സ്റ്റേജും മറ്റുമാണ് അമിത് ഷായുടെ വരവിന് വേണ്ടി അല്ലെങ്കിൽ അമിത് ഷായുടെ വരവിന് വേണ്ടി ബിജെപി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വൈകിയാണ് പ്രഖ്യാപിച്ചത് എങ്കിലും വലിയൊരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. അമിത്ഷാ കൂടി എത്തുന്നതോടുകൂടി ഇത് 10 മടങ്ങായി വർദ്ധിക്കും എന്ന് ബിജെപി കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ സന്ദർശനം വലിയ ഒരു തരംഗമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ബിജെപി പ്രവർത്തകർ നടത്തുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 4:30 മണിക്കാണ് അമിത്ഷാ എത്തുക. ഏതാണ്ട് 1 മണിക്കൂറോളം തൃശൂരിൽ പ്രസംഗിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വോട്ട് തേടുന്നതുൾപ്പെടെ ശബരിമല, വയനാട് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളും അദ്ദേഹം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ശബരിമല ബിജെപി ഒരു പ്രചാരണ ആയുധമാക്കിയ സാഹചര്യത്തിൽ അമിത്ഷാ ഇന്ന് അത്തരം വിഷയങ്ങൾ സംസാരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനുശേഷം 5:30 മണിയോടുകൂടിയാണ് തൃശൂരിൽ നിന്ന് അമിത്ഷാ അങ്കമാലിയിലേക്ക് പോവുക. അങ്കമാലി അത്താണിയിലാണ് പരിപാടി. 6:30 മണിക്കാണ് പരിപാടി. AN രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് അദ്ദേഹം സംബന്ധിക്കുക. അതിനുശേഷം അമിത്ഷാ നെടുമ്പാശ്ശേരി വഴി തിരിച്ചുപോകും. സുവി വിശ്വാണ് വിവരങ്ങൾ പങ്കുവച്ചത്.